ആശ്വാസമേകുവാൻ നീ വരിക. ആശകളെല്ലാം നിറഞ്ഞൊരു ജീവിതം അടിയൻ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാഥാ ആത്മാവിനെ തന്നിടണേ, നീയൻ ആശ്വാസമായി വന്നിടണേ. നാഥാ ആത്മാവിനെ തന്നിടണേ, നീയൻ ആശ്വാസമായി വന്നിടണേ. എൻ പാപവും എൻ രോഗവും വരദാനമാം കൃപയേകി നീ മോചിച്ചു സുഖമാക്കണേ. ഓ നാഥാ ആത്മാവിനെ തന്നിടണേ, നീയൻ ആശ്വാസമായി വന്നിടണേ. മനസ്സിൻ മുറിവുകളിലങ്ങി സ്നേഹം പകരുവതിനായി വചനം അരികിലണയുമ്പോൾ ജീവൻ നിറയുവതിനായി നീ എൻ്റെ ഉള്ളിൽ വാഴുന്ന നേരം മനഃശാന്തി നൽകണമേ. ഓ നാഥാ ആത്മാവിനെ തന്നിടണേ, നീയൻ ആശ്വാസമായി വന്നിടണേ. നിത്യം തിരുവചന വഴിയെ സത്യം
പറയുവതിനായി എന്നും തവ മഹിമ പാടാ അധരം വിടരുവതിനായി ജീവൻ പ്രകാശം നീ തൂകിടുമ്പോൾ അഭിഷേകമേകേണമേ ഓ നാഥ ആത്മാവിനെ തന്നിടണേ നീയും ആശ്വാസമായി വന്നിടണേ എൻ പാപവും എൻ രോഗവും വരദാനമാ കൃപയേകി നീ മോചിച്ചു സുഖമാക്കണേ ഓ നാഥ ആത്മാവിനെ തന്നിടണേ നീയും ആശ്വാസമായി വന്നിടണേ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ ഭവനത്തിൽ നിന്നും ഈ ഭവനത്തിന്റെ ഗൃഹനാഥനെ നാം ഒക്കെയും യാത്ര അയക്കുവാനാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ദൈവസന്നിധിയിലേക്ക് ഒരു വ്യക്തി കടന്നു പോകുമ്പോൾ ആ വ്യക്തിയെ വളരെ പ്രത്യാശയോടുകൂടി യാത്ര അയക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെയും കർത്തവ്യവും നമ്മുടെയൊക്കെയും പാരമ്പര്യവുമായിട്ടുള്ളത്. ദൈവസന്നിധിയിൽ ഈ വ്യക്തി പ്രസാദത്തോടുകൂടി ഇപ്പോൾ
നിലനിൽക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവിന്റെ ക്രൂശുമരണ വേളയിൽ ഇടത്തും വലത്തുമായി ക്രൂശിക്കപ്പെടുന്ന രണ്ട് കള്ളന്മാരുടെ ജീവിതം നാം പഠിക്കുമ്പോൾ മരണത്തിന്റെ വളരെ തൊട്ടു മുൻപേ ഒരു വ്യക്തി അനുതാപ ജീവിതത്തിലൂടെ സ്വർഗത്തിന് അവകാശിയാകുന്നു. എന്നാൽ തീർച്ചയായിട്ടും മരണത്തിന് ശേഷവും ആ വ്യക്തിക്ക് അനുതാപ ജീവിതത്തിലൂടെ ദൈവസന്നിധിയിൽ സ്വർഗത്തിന് അവകാശിയാകുവാൻ സാധിക്കും. മരണത്തിന് തൊട്ടു മുമ്പ് ആ വ്യക്തിക്ക് താൻ ചെയ്തു പോയ പാപങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ അവസരം ലഭിക്കുന്നു. നമുക്കറിയാം, ദൈവസന്നിധിയിൽ അനുതാപത്തോടുകൂടി ചെലവഴിക്കുന്ന കള്ളൻ ഇപ്രകാരം പറയുന്നുണ്ട്. മറ്റേ കള്ളനോട് പറയുകയാണ്, എന്നാൽ നമ്മുടെ നടുക്ക് കിടക്കുന്ന ഈ മനുഷ്യൻ യാതൊരു കുറ്റവും ചെയ്യാതെ നന്മ മാത്രം പ്രവർത്തിച്ച് മറ്റുള്ളവർക്ക് നന്മയെ പ്രദാനം ചെയ്ത വ്യക്തിയാണ്. അങ്ങനെയാണ് ഈ വ്യക്തി ഇന്ന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത്. എന്റെയും നിന്റെയും പാപനിമിത്തമാണ് നാം ഒക്കെയും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ആ അനുതാപ പ്രാർത്ഥന തന്റെ നാവിൽ നിന്ന് ഉയരുകയാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മരണത്തിന് മുമ്പ് ഇപ്രകാരം അനുതാപത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുവാൻ സാധിക്കുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതായത് അനുതാപമില്ലാത്ത ഒരു മരണത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമെന്നാണ് നാം പ്രാർത്ഥിക്കുന്നത്. അതോടുകൂടി തന്നെ നാം പ്രാർത്ഥിക്കുന്ന വിശുദ്ധ കുർബാനക്രമത്തിന്റെ അവസാനം പറയുന്നുണ്ട്, എപ്പോഴും ഓർക്കേണ്ട സംഗതി എന്താണ്? ഒന്ന് മരണമാണ്. എന്റെ മരണം അടുത്ത നിമിഷമുണ്ട് എന്നുള്ള ആ വലിയ ചിന്തയോടുകൂടി അടുത്ത നിമിഷം മരണം ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുവാൻ തക്കവിധം ഒരുങ്ങി ഞാനും നിങ്ങളും ജീവിക്കണം. ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഒരിക്കലും അനുതാപം ഇല്ലാത്തവരായി നാം വീണ്ടും വീണ്ടും ജീവിക്കുന്നത്. നമുക്ക് അനുതാപത്തോടുകൂടി ജീവിക്കുവാൻ തക്കവണ്ണം അടുത്ത നിമിഷം കർത്താവിനെ വിളിച്ചാൽ ഈ ഭവനത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിൽക്കുന്നത് കുടുംബ യോഗത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭവനമാണ്. പ്രത്യേകിച്ച് ഈ പിതാവിന്റെ മകൻ ഈശോ സാർ കുടുംബയോഗത്തെ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ടും ഉത്തരവാദിത്വ ബോധത്തോടുകൂടിയും നോക്കി നടത്തിയ ഒരു വ്യക്തിയാണ്. ഈ കുടുംബത്തെ കുറിച്ച്, പ്രത്യേകിച്ച് ഈ പിതാവിനെ കുറിച്ച് പറയുമ്പോൾ അത്തരത്തിൽ ചില ചിന്തകളാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഒന്നാമത്, ഈശോ സാറിനെ ഏതാണ്ട് 1985 കാലഘട്ടങ്ങളിലാണ് അദ്ദേഹം കുടുംബ യോഗത്തിന്റെ സെക്രട്ടറി ആയിട്ട് സ്ഥാനമേൽക്കുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ, കഴിഞ്ഞ വർഷം വരെ അദ്ദേഹം അത് ഒഴിയുന്നത് വരെ, സ്വയം വേണ്ടെന്ന് വെക്കുന്നത് വരെ ഏതാണ്ട് 20-21 വർഷക്കാലം കുടുംബയോഗത്തിന്റെ സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ്. അത്തരത്തിൽ ഈ ദീർഘകാലം കുടുംബ യോഗാംഗങ്ങളെ ഇപ്പോഴതുപോലെ യാത്രാ സൗകര്യങ്ങളൊന്നുമില്ലാത്ത സമയത്ത് എല്ലാ ഭവനങ്ങളിലും ചെന്ന് അതിന്റെ കമ്മിറ്റികളും മീറ്റിങ്ങുകളും ഒരു വർഷവും പോലും അതിന്റെ ഒരു യോഗവും പോലും മുടങ്ങാതെ ഏറ്റവും ഭംഗിയായിട്ട് നടത്തുവാൻ തക്കവണ്ണം ഒരുമിച്ച് കൊണ്ടുപോകാൻ ഈശോ സാറിന് സാധിച്ചത് ഈ പിതാവിന്റെ ഒരു സ്നേഹ വായ്പ കൊണ്ടാണ്. അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് തന്റെ മകനെ കുഞ്ഞുനാളിലെ മുതൽ പഠിപ്പിച്ചത് കൊണ്ടാണ്, ഈ പിതാവ് കാണിച്ചു കൊടുത്ത ഒരു മാതൃക കൊണ്ട് മാത്രമാണ് ഈ കുടുംബാംഗങ്ങൾ എല്ലാവരെയും ഒരു തിരിവുമില്ലാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ച് എല്ലാവരുടെയും ഭവനങ്ങളിൽ കടന്നു എന്ന് ഇത്രയധികം നാള് കുടുംബത്തിന് വേണ്ടി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചത്. അത്തരത്തിൽ ആ പിതാവ് കാണിച്ചു കൊടുത്ത നല്ല മാതൃകയെ, തന്റെ സഹോദരൻ എങ്ങനെയായിരിക്കണം, മറ്റുള്ളവരുടെ സ്നേഹം, വളരെ നല്ല മാതൃകകൾ കാണിച്ചു കൊടുത്തു. തന്റെ സഹോദര സ്ഥാനികളോട് എല്ലാം ഏറ്റവും ബഹുമാനപൂർവ്വം ഇടപെടുവാൻ തക്കവണ്ണമുള്ള നല്ല മാതൃക